നമസ്കാരം. ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വീണ്ടും ഒരു വിവാദ കൊടുങ്കാറ്റ്. നാഷണൽ കോൺഫറൻസ് നേതാവും മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള BJPക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന MLA പോച്ചിംഗ് ആരോപണം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഭരണകക്ഷിയെ അസ്ഥിരപ്പെടുത്താൻ BJP കോടികൾ വാഗ്ദാനം ചെയ്തുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഒരു ആരോപണം എന്നതിലുപരി രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമാണെന്നത് വ്യക്തമാണ്. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവുകൾ ഹാജരാക്കാനില്ലാത്ത മുഖ്യമന്ത്രിയുടെ ഈ പതിവ് ശൈലിക്ക് BJP നൽകിയിരിക്കുന്ന മറുപടി അത്ര നിസ്സാരമൊന്നുമല്ല. BJP ജമ്മു കാശ്മീർ പ്രസിഡന്റും രാജ്യസഭാ MPയുമായ സത്പോൾ ശർമ്മയുടെ നിർദ്ദേശപ്രകാരം വക്കീൽ പരിമോഷ് സേത്ത് മുഖേന നൽകിയ 100 കോടി രൂപയുടെ മാനനഷ്ട നോട്ടീസ് BJP ഇനി ഇത്തരം കുപ്രചാരണങ്ങൾ വെച്ച് പുറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ ശക്തമായ മുന്നറിയിപ്പ് കൂടി ആണ്. കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ വികസനവും സമാധാനവും ആഗ്രഹിക്കുമ്പോൾ ഭരണാധികാരികൾ ഇത്തരം കുപ്രചാരണങ്ങളിലൂടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. നാഷണൽ കോൺഫറൻസ് സ്വന്തം അണികൾക്കിടയിലുള്ള അതൃപ്തി മറച്ചുവെക്കാൻ BJPയെ ബലിയാടാക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭരണപക്ഷം ഭയപ്പെടുന്നത് BJPയുടെ വളർച്ചയാണ്. BJPക്ക് എന്തിനാണ് കുതിര കച്ചവടം? തങ്ങളുടെ കർമ്മ പദ്ധതികൾ കൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന പാർട്ടിയാണ് BJP. 20-30 കോടി എന്നൊക്കെ നിസാരമായി വിളിച്ചു പറയുന്നത് ജനാധിപത്യത്തെ അപമാനിക്കുന്ന നടപടി കൂടിയാണ്. കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. വികസനം ആഗ്രഹിക്കുന്ന കാശ്മീരിനെ അരാജകത്വത്തിലേക്ക് തള്ളിയിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ജനം മറുപടി നൽകുക തന്നെ ചെയ്യും. ഈ ആരോപണത്തിന് പിന്നിൽ നാഷണൽ കോൺഫറൻസിന്റെ പഴയ തന്ത്രങ്ങളുമുണ്ട്. ജമ്മു കാശ്മീർ കണ്ട പല രാഷ്ട്രീയ അട്ടിമറികൾക്കും സാക്ഷ്യം വഹിച്ചവരാണിവർ. തങ്ങൾ എന്താണോ ചെയ്തത് അത് മറ്റുള്ളവർ ചെയ്യുന്നുവെന്ന് വരുത്തി തീർക്കുകയാണിപ്പോൾ ഒമർ അബ്ദുള്ള ചെയ്യുന്നത്. അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷത്തെ ഒതുക്കാൻ നോക്കുന്ന ഈ പഴയ രീതി കാശ്മീർ രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ്. എന്നാൽ ഇത് പുതിയ ഇന്ത്യയാണ്, പുതിയ കാശ്മീറാണ്. ഇവിടെ പണം കൊടുത്ത് MLAമാരെ വാങ്ങുന്ന പരിപാടി BJPക്കില്ല. ഇത് NCയുടെ തന്നെ കുറ്റസമ്മതമാണോ? സ്വന്തം പാർട്ടിക്കാർ മറുകണ്ഠം ചാടുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ? അതിന് BJPയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഇത്രയും അവിവേകം പാടുണ്ടോ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ചുരുങ്ങിയത് അതൊന്ന് സ്ഥിരീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനില്ലേ? ഹസ്രത് ബാലിലെ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വാചക കസർത്തുകൾക്ക് ഒരു ഔദ്യോഗിക ഗൗരവവുമില്ല. ഒരു MLA വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കേവലം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കുന്നത് എന്ത് പക്വതയാണ്? BJPയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കം നിയമത്തിന് മുന്നിൽ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം ഓർക്കണമായിരുന്നു. ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിയമത്തിന്റെ വഴിയിൽ മറുപടി പറയേണ്ടി വരും. BJP ഒരു അച്ചടക്കമുള്ള പാർട്ടിയാണ്. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. പക്ഷേ കള്ളത്തരങ്ങൾക്ക് മുന്നിലല്ല. BJP ജമ്മു കാശ്മീർ പ്രസിഡന്റ് സത്പോൾ ശർമ്മ സ്വീകരിച്ച നിലപാട് തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ നിയമപരമായ നടപടികളിലൂടെ തന്നെ മറുപടി നൽകണം എന്ന ഒരു തീരുമാനമാണ്. അഭിഭാഷകൻ പരിമോഷ് സേത്ത് വഴി നൽകിയ നോട്ടീസ് ഒരു തുടക്കം മാത്രമാണ്. 100 കോടി എന്ന തുക ചെറുതല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇത് BJPയുടെ സൽപ്പേരിന്റെ മൂല്യമാണ്. തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത് എന്ത് വില നൽകുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ നടപടി സഹായിക്കും. BJP എന്നും നീതിക്കൊപ്പമാണ്. ആരോപണത്തിൽ ഒരു സുപ്രീം കോടതി വക്കീലിന്റെ പേര് വലിച്ചിഴച്ചത് അത്യന്തം ഗൗരവകരമാണ്. ഇത് വെറും ആരോപണമല്ല, നീതിന്യായ വ്യവസ്ഥയെ കൂടി അപമാനിക്കുന്നതാണ്. നിയമത്തെ ബഹുമാനിക്കുന്ന BJPക്ക് ഇത്തരം കളികൾ പൊറുക്കാനാവില്ല. ഏത് BJP നേതാവാണ് പോയത്? എവിടെ വെച്ചാണ് കണ്ടത്? എപ്പോഴാണ് ഈ പണം വാഗ്ദാനം ചെയ്തത്? ഇതെല്ലാം വ്യക്തമാക്കണം. വെറുതെ ഒരാളുടെ പേര് പറയാതെ അപമാനിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. ഈ ഒരു കള്ളക്കളിക്ക് BJP നിയമപരമായി തന്നെ മറുപടി നൽകും. കാശ്മീരിൽ നിന്ന് വികസനത്തിന്റെ പുതിയ അധ്യായങ്ങൾ എഴുതപ്പെടുകയാണ്. ടൂറിസം, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിലവസരങ്ങൾ, ഇങ്ങനെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ അത് അസ്വസ്ഥതപ്പെടുത്തുന്ന പ്രതിപക്ഷത്തെയാണ്. നാഷണൽ കോൺഫറൻസും കൂട്ടരും ഭരിച്ചപ്പോൾ കാശ്മീർ എവിടെയായിരുന്നു? ഇന്ന് എവിടെയാണ്? ജനങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. ഈ വികസനത്തെ തടസ്സപ്പെടുത്താൻ BJPയുടെ പ്രതിച്ഛായ നശിപ്പിക്കുക എന്ന ഒരേയൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. പക്ഷേ കാശ്മീർ ജനത ഈ കള്ളം വിശ്വസിക്കാനൊന്നും തയ്യാറല്ല. ഈ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ശരിയായി വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. BJPക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ആ വാർത്തയിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് അന്വേഷിക്കാറില്ല. ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് സത്യസന്ധമായി കണക്കാക്കുന്ന രീതി മാറണം. BJP മറുപടി നൽകിയപ്പോൾ ആ വാർത്തയ്ക്ക് ലഭിക്കുന്ന പരിഗണനയിൽ മാറ്റമുണ്ടോ എന്ന് നോക്കണം. ഞങ്ങൾ സത്യം വിളിച്ചു പറയുന്നു, നിയമ നടപടി എടുക്കുന്നു. മാധ്യമങ്ങൾ ജനങ്ങളോട് സത്യം തുറന്നു പറയാനും ബാധ്യസ്ഥരാണ്. കള്ളം മാത്രം പറഞ്ഞാൽ പോരാ. ഭരണ
ഗുജറാത്തിൽ തികച്ചും പരാജയപ്പെട്ട നാഷണൽ കോൺഫറൻസ് സ്വന്തം അണികൾക്കിടയിലുള്ള അതൃപ്തി മറച്ചുവെക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും BJPയെ ബലിയാടാക്കുകയാണ്. നാഷണൽ കോൺഫറൻസും അവരുടെ സഖ്യകക്ഷികളും ചേർന്ന് കാശ്മീരിനെ വർഷങ്ങളോളം അഴിമതിയുടെയും സ്വജന പക്ഷപാതത്തിന്റെയും ചതിപ്പിലാണ് നിലനിർത്തിയിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കാശ്മീരിൽ കൊണ്ടുവന്ന വികസനവും സുരക്ഷയും ഇന്ന് കാശ്മീരിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇത്രയും അധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭരണപക്ഷം ഭയപ്പെടുന്നത് BJPയുടെ വളർച്ചയാണ്. ഒമർ അബ്ദുള്ളയുടെ വാക്കുകളിൽ ഒരു തരി പോലും സത്യമില്ല എന്നത് മാത്രമല്ല, ഇത് ജനാധിപത്യത്തെ അപമാനിക്കുന്ന നടപടി കൂടിയാണ്. ഒരു മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന വ്യക്തി ഒരു തെളിവുമില്ലാതെ കേവലം കള്ളം പറയുക, അത് വളരെയധികം ലജ്ജാവഹമാണ്. BJPയെ അസ്ഥിരപ്പെടുത്താനുള്ള സ്വപ്നം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. കാശ്മീരിലെ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ്. വികസനം ആഗ്രഹിക്കുന്ന കാശ്മീരിനെ അരാജകത്വത്തിലേക്ക് തള്ളിയിടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ജനം മറുപടി നൽകും. ഈ ആരോപണത്തിലൂടെ ഒമർ അബ്ദുള്ള ശ്രമിക്കുന്നത് സ്വന്തം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെ BJPയുടെ തലയിൽ കെട്ടിവെക്കാനാണ്. ഒരു വശത്ത് വികസനത്തെക്കുറിച്ച് വാചാലനാകുകയും മറുവശത്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് കാശ്മീരി ജനത തിരിച്ചറിയുന്നുമുണ്ട്. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ അത് മറ്റൊരാളെ അപമാനിക്കാനുള്ള ലൈസൻസ് അല്ല. BJP എന്ന പാർട്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസത്തിലാണ്, അല്ലാതെ MLA-മാരെ വിലക്കെടുക്കുന്ന കുതിര കച്ചവടത്തിലല്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പ്രസ്താവന വന്നപ്പോൾ തന്നെ അദ്ദേഹം കാശ്മീരിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല, തന്റെ കസേര സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള പാഴ്വേലകളാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായി. ജമ്മു കാശ്മീർ BJP ഘടകം സ്വീകരിച്ച നടപടി വെറുമൊരു നിയമ നടപടി മാത്രമല്ല, അതൊരു സന്ദേശം കൂടിയാണ്. കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക് മുൻപിൽ BJP മതിൽ പോലെ ഉറച്ചു നിൽക്കുമെന്ന്. BJPക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തൻ്റെ പാർട്ടിയുടെ MLA-മാർ എന്തുകൊണ്ട് BJPയെ നോക്കി കൈ നീട്ടുന്നു എന്ന് അദ്ദേഹം ആത്മപരിശോധന നടത്തണം. ഒരുപക്ഷേ സ്വന്തം പാർട്ടിയിലെ അംഗങ്ങൾക്ക് തന്നെ NCയുടെ പ്രവർത്തനങ്ങളിൽ മടുപ്പും അതൃപ്തിയും തോന്നിയിട്ടുണ്ടാകാം. അതിൻ്റെ ഉത്തരവാദിത്തം BJPക്ക് മേൽ കെട്ടിവയ്ക്കരുത്. BJP എന്ന വികസനത്തിൻ്റെ പാതയിലാണ്. ആ വികസനത്തെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന ഇത്തരം കള്ളപ്രചാരണങ്ങളെ ഞങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു. BJP ഒരിക്കലും ഇത്തരം ആരോപണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. ഞങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണ്. ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കൊപ്പമാണ്. ഇനിയെങ്കിലും ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തയ്യാറാകണം. അല്ലാതെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതേണ്ട. ജനമെല്ലാം കാണുന്നുണ്ട്, ജനമെല്ലാം അറിയുന്നുമുണ്ട്. കൃത്യസമയത്ത് ജനാധിപത്യപരമായ രീതിയിൽ ജനം ഇതിനെല്ലാം മറുപടി നൽകുകയും ചെയ്യും. ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ സത്പോൾ ശർമ്മയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച ഈ നിലപാട് BJPയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതാണ്. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന നേരത്തെയും പറഞ്ഞതാണ്. എന്നാൽ അത് മറ്റൊരാളെ അപമാനിക്കാനുള്ള ലൈസൻസ് അല്ല. പ്രത്യേകിച്ചും ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുകൂടി മനസ്സിലാക്കണം. മുഖ്യമന്ത്രി എന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നിയമത്തെ ഉപയോഗിക്കാൻ ഒരിക്കലും അത് നോക്കാൻ പാടില്ല. BJPക്ക് നേരെ വിരൽ ചൂണ്ടും മുമ്പ് സ്വന്തം പാർട്ടിയുടെ ഗതികേടുകൾ പരിശോധിക്കൂ. ഇതൊരു വെറും മുന്നറിയിപ്പല്ല, നിയമപരമായ നടപടിയാണ്. 7 ദിവസത്തിനുള്ളിൽ തെളിവ് ഹാജരാക്കുകയോ അല്ലെങ്കിൽ പരസ്യമായി മാപ്പ് പറയുകയോ ചെയ്യുക, ഇത് BJPയുടെ തീരുമാനമാണ്. ഇതിനുശേഷം നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങും. ക്രിമിനൽ നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം. മുഖ്യമന്ത്രി എന്ന പരിരക്ഷ നിയമത്തിന് മുൻപിൽ ഉണ്ടാകില്ല. മാപ്പ് പറയുക എന്നത് നിങ്ങളുടെ അഹങ്കാരത്തിന് കിട്ടുന്ന തിരിച്ചടി കൂടിയാണ്. BJPക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങൾ. അവർ തന്നെയാണ് ജഡ്ജിമാർ. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു കാശ്മീരിന്റെ വളർച്ചയെ തടയാമെന്ന് കരുതുന്നവർക്ക് കാലം മറുപടി നൽകും. BJP എന്നും ജനങ്ങൾക്ക് ഒപ്പമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിയും ആരോപണങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. കാശ്മീരിലെ വികസനം മുന്നോട്ട് പോകും. അതിന് തടസ്സം നിൽക്കുന്ന ശക്തികൾക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ ഒമർ അബ്ദുള്ളയുടെ ആരോപണം രാഷ്ട്രീയമായ പാപ്പരത്വമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾ കാശ്മീർ രാഷ്ട്രീയത്തിന് അപമാനമാണ്. BJP അയച്ച 100 കോടിയുടെ നോട്ടീസ് നീതിയുടെയും സത്യത്തിന്റെയും അടയാളമാണ്. തെറ്റായ പ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടാമെന്ന് കരുതുന്നവർക്കുള്ള അന്ത്യശാസനമാണിത്. കാശ്മീരിലെ ജനങ്ങൾ വികസനത്തിന്റെ പക്ഷത്താണ്, നുണ പറയുന്നവരുടെ പക്ഷത്തല്ല. BJP നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.